2009 ആ വർഷവുമാണ് പരാജയപ്പെടേണ്ടി വന്നത്. അന്ന് ലോക്സഭാംഗ നിലയിലുള്ള എൻ്റെ പ്രവർത്തന മോശം കൊണ്ടല്ല, മറിച്ച് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ UDF-നെതിരായിരുന്നു എന്നുള്ളത് കൊണ്ട് പ്രമുഖരായ പലരും പല സ്ഥാനാർത്ഥി തോറ്റ കൂട്ടത്തിൽ ഞാനും തോൽക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഞാൻ തിരിച്ചു വന്നു. അടൂർ ലോക്സഭാ മണ്ഡലം മാറി വീണ്ടും മാവേലിക്ക ലോക്സഭാ മണ്ഡലം സംവരണ മണ്ഡലമായി മാറിയപ്പോഴാണ് അടൂരിൻ്റെ 2 നിയമസഭാ മണ്ഡലങ്ങളും പിന്നീട് ബാക്കി മാവേലിക്കരയിലെ പഴയ മാവേലിക്കരയിലെ ബാക്കി മണ്ഡലങ്ങളോട് ചേർന്ന ആലപ്പുഴ ജില്ലയിലുണ്ടായിരുന്ന കുട്ടനാടൊക്കെ കോട്ടയം ജില്ലയിലുണ്ടായിരുന്ന ചങ്ങനാശ്ശേരി എല്ലാം കൂടെ ചേർത്താണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം രൂപീകൃതമായത്. ഭൂമിശാസ്ത്രപരമായി പരിശോധിച്ച് നോക്കിയാൽ ഒരു തരത്തിലുമുള്ള യോജിപ്പില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. അതായത് കൊല്ലം ജില്ലയിലെ ഏതാണ്ട് അച്ചൻകോവിൽ എന്ന് പറയുന്ന പത്തനാപുരത്തിൻ്റെ ബോർഡർ, തമിഴ്നാടിൻ്റെ ബോർഡർ, അവിടെ നിന്ന് തുടങ്ങി ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അതായത് കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും കൂടി കോർത്തിണക്കിക്കൊണ്ട് 7 അസംബ്ലി മണ്ഡലങ്ങൾ ഒരു സംവരണ മണ്ഡലം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമിശാസ്ത്രപരമായി യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ലാത്ത 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ അപൂർവം മണ്ഡലം. എനിക്ക് തോന്നുന്നു വയനാടും മാവേലിക്കരയാണ് 3 ജില്ലകളിൽ കിടക്കുന്ന മണ്ഡലം. പക്ഷെ അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. കാരണം വയനാട് 3 കഴിഞ്ഞാൽ പിന്നെ വരുന്ന തിരുവമ്പാടിയും പിന്നെ മലപ്പുറത്തിൻ്റെ 3 മണ്ഡലം ഏതാണ്ട് കണക്റ്റഡ് ആണ്. എന്നാൽ മാവേലിക്കര അങ്ങനെയല്ല. പത്തനാപുരം കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ കുന്നത്തൂർ, അവിടെ നിന്ന് പിന്നെ മാവേലിക്കരയ്ക്ക് പോകുന്നു. അങ്ങനെ അപ്പോൾ MC റോഡ് വഴി പോവുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് അടുത്ത മണ്ഡലം ചെങ്ങന്നൂർ എത്തണമെങ്കിൽ അടൂർ ലോക്സഭാ മണ്ഡലത്തിലൂടെ പത്തനംതിട്ട കൂടി ക്രോസ് ചെയ്തേ പോകാൻ പറ്റും. ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകണമെങ്കിൽ വീണ്ടും തിരുവല്ലയിൽ കയറിയേ പോകാൻ പറ്റും. അപ്പോൾ പല മണ്ഡലങ്ങളിലൂടെ ഈ മാവേലിക്കര മണ്ഡലത്തിൽ പെടാത്ത സ്ഥലങ്ങളിലൂടെ കൂടുതൽ സമയം യാത്ര ചെയ്ത് മാത്രമേ മാവേലിക്കര മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റൂ. അതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ 4 പ്രാവശ്യം കഴിഞ്ഞ 3 തവണ ജയിച്ച് ഹാട്രിക് വിജയം നേടി. ഇത്തവണ 4ാം പ്രാവശ്യവും മാവേലിക്കരയിൽ നിന്ന് ജയിച്ചു. അങ്ങനെ പഴയ അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ 4 പ്രാവശ്യവും ഇപ്പോഴത്തെ മാവേലിക്കര മണ്ഡലത്തിൽ 4 പ്രാവശ്യം 8 പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിച്ച് ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ സീനിയർ ലോക്സഭാ അംഗമായി മാറുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. കേരളത്തിൽ നിന്ന് 8 പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിച്ച ഒരു ജനപ്രതിനിധിയിൽ അങ്ങേയറ്റം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ മിഡ് വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ ഒരുക്കിയിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ ഒരുപക്ഷെ മാധ്യമങ്ങളെല്ലാം വിധി എഴുതിയത് ഞാൻ തോക്കും എന്നാണ്. മാവേലിക്കര ഇത്തവണ LDF ജയിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ മാധ്യമങ്ങൾ. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് പ്രഖ്യാപനം വരുന്നത് വരെ, പ്രഖ്യാപനത്തിന് മുമ്പ് വരെ മാവേലിക്കര മണ്ഡലത്തിൽ ഇത്തവണ UDF-ന് ജയിക്കും, കൊടിക്കുന്നിൽ സുരേഷ് നിന്നാൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ട്രെൻഡായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ ഒരു അജണ്ട സൃഷ്ടിച്ച്, ഞാൻ തോക്കുമെന്നുള്ള അജണ്ട നേരത്തെ തന്നെ സൃഷ്ടിച്ച് എന്നെ തോൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ തോക്കുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയുള്ള ഒരു പ്രചരണമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടായത്. എന്തുകൊണ്ടാണ്? ഞാനൊരു മാധ്യമ വിരോധിയല്ല എങ്കിൽ പോലും കാരണം ഡൽഹിയിലെ ഏത് മാധ്യമ പ്രവർത്തകൻ സ്ഥലം മാറി വന്നാലും അത് പ്രൊമോഷനായി പോയാലും അവരുടെ എല്ലാ ഫംഗ്ഷൻ നടക്കുന്നത് ഡൽഹിയിൽ എൻ്റെ വീട്ടിൽ വെച്ചാണ്. മാധ്യമങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് വീടായിരുന്നു എൻ്റേത്. അതുപോലെ തന്നെ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഏതാണ്ട് 1.25 വർഷം തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ സഹമന്ത്രിയായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ESI കോർപ്പറേഷൻ വഴി PF വഴി കേരളത്തിൽ ഏതാണ്ട് 10, 20, 25, 30ഓളം പരിപാടികൾ 2 വർഷം നടത്തി. മുഴുവൻ ESI ഹോസ്പിറ്റലുകൾക്കും കെട്ടിടം പണിതു, പിന്നെ പുതിയ ഓഫീസുകൾ തുടങ്ങി, മെഡിക്കൽ കോളേജുകൾക്കാണ് എല്ലാ പത്രങ്ങൾക്കും ഫുൾ പേജ് പരസ്യം കൊടുത്താണ് ഞാൻ അന്ന് ആ പരിപാടികൾ സംഘടിപ്പിക്കും. അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു മാധ്യമ വിരോധിയായിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തോ മാധ്യമങ്ങൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം. അതിനത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ തുടർച്ചയായി മത്സരിക്കുന്നു, എന്തുകൊണ്ട് മാറിക്കൊടുത്തുകൂടാ, എന്തുകൊണ്ട് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തുകൂടാ എന്നുള്ള ചോദ്യമായി. ആ ചോദ്യം ഞാനും എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു. എന്തുകൊണ്ട് എനിക്കൊരു മാറ്റം
ആവശ്യമില്ലേ, ഞാൻ മാറണ്ടേ? ഞാനും എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചു. ഞാൻ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു, ഇത്തവണ മത്സരരംഗത്ത് നിന്ന് എന്നെ ഒഴിവാക്കണം, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്ന് പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു. പക്ഷേ പാർട്ടി നേതൃത്വം അത് തള്ളിക്കളഞ്ഞു. എന്നോട് പറഞ്ഞത്, ഇത്തവണയും മത്സരിച്ചേ മതിയാവൂ, നമുക്ക് ലോക്സഭയിൽ കൂടുതൽ MP മാരുണ്ടാകണം, അതിന് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത്തവണ മത്സരിച്ചേ മതിയാവൂ എന്ന് പാർട്ടി എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും മത്സരിച്ചത്. പക്ഷെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത്തവണ മത്സരരംഗത്ത് നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പാർട്ടി പറഞ്ഞു അതല്ല, മത്സരിച്ച് വരും. അപ്പോൾ പാർട്ടിയുടെ തീരുമാനം അച്ചടക്കമുള്ള ഒരു പ്രവർത്തനം എന്നതിൽ അംഗീകരിച്ചുകൊണ്ട് ആണ് മത്സര രംഗത്ത് വന്നത്. പക്ഷേ ഇതിനകത്ത് കാണേണ്ട കാര്യം, ഞാൻ മാത്രമല്ല തുടർച്ചയായി മത്സരിപ്പിച്ചത്. അവിടെയാണ് പ്രശ്നം. മറ്റു പലരും എന്നേക്കാൾ കൂടുതൽ കാലം മത്സരിച്ചവർ ഇപ്പോഴും മത്സരിക്കും. അവർക്കെതിരെ മാധ്യമങ്ങൾ ഒരു അജണ്ടയും സെറ്റ് ചെയ്തില്ല. അവരാരും മാറണമെന്ന് പറഞ്ഞില്ല, അവരെല്ലാം മാറി നിൽക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷെ മാറി നിൽക്കാൻ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ, ചാനലുകളാകട്ടെ, പത്രങ്ങളാകട്ടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാകട്ടെ, ചില മാധ്യമ ആക്ടിവിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ അവരും മാത്രം എന്നെ മാത്രം ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഞാൻ മാറണം, എന്നെ മാറ്റണം, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കരുത്, ഞാൻ മത്സരിച്ച തോപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു പ്രചരണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് മാധ്യമ പ്രവർത്തകരും സംസാരിച്ചാലും മാവേലിക്കര എത്തവണ തോക്കും. മാവേലിക്കരയെ കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത മാധ്യമ പ്രവർത്തകർ മാവേലിക്കര എത്തവണ തോക്കും, അത് LDF ജയിക്കും, അത് LDF ജയിക്കും. ഇത്തവണ മാവേലിക്കര UDF ജയിക്കത്തില്ല, കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ തോക്കും. മാവേലിക്കര മണ്ഡലത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത മാധ്യമ പ്രവർത്തകരും തോക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരു മുൻവിധിയോടുകൂടി ഒരു അജണ്ട സെറ്റ് ചെയ്ത് എന്നെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. പ്രീപോൾ സർവേ യഥാർത്ഥത്തിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ അതിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ മണ്ഡലം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ലോക്സഭാ മണ്ഡലത്തിൽ 2 ഓഫീസുകൾ, MP ഓഫീസ് 2 പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഒരൊറ്റ ലോക്സഭാ മണ്ഡലം, അത് മാവേലിക്കര ലോക്സഭാ മണ്ഡലമാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ ഈ ഒരു കിടപ്പ് ഉള്ളതുകൊണ്ട് ചങ്ങനാശ്ശേരിക്കാർക്ക് കൊട്ടാരക്കര വരാൻ പറ്റില്ല, കൊട്ടാരക്കരക്കാർക്ക് ചെങ്ങന്നൂരോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 2 മണ്ഡലങ്ങൾ, മണ്ഡലത്തിന്റെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 2 MP ഓഫീസ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്നത് എൻ്റെ മണ്ഡലത്തിൽ മാത്രമാണ്. പിന്നെ വികസന കാര്യത്തിൽ ചില മാധ്യമങ്ങൾ വിമർശിച്ചു തന്നെ. വികസന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വികസനം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വികസനം എന്ന് പറയുന്നത് അത് കൂടുതലും സംസ്ഥാന തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സിറ്റികൾ കേന്ദ്രീകരിച്ചും അതല്ലെങ്കിൽ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ചുള്ള ഡെവലപ്മെന്റാണ് കൂടുതലായിട്ടും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വികസനം നടപ്പാക്കുന്നത്. എന്നാൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. 7 അസംബ്ലി കൊണ്ട് 7 താലൂക്കിലായിട്ട് ഇങ്ങനെ റൂറൽ ഏരിയ ആണ്, ഇങ്ങനെ ഓരോ ജില്ലകളുടെയും മൂലയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. അപ്പോൾ തിരുവനന്തപുരത്ത് ഏത് വികസനം വന്നാലും അത് MP അറിഞ്ഞാലും ഇല്ലെങ്കിലും MLA അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിന്റെ ക്രെഡിറ്റ് അവർക്ക് എടുക്കാം. പക്ഷെ അങ്ങനെ ഒരു വികസനം ഈ ഇങ്ങനെയുള്ള ഒരു വാല് പോലെ കിടക്കുന്ന ഒരു മണ്ഡലത്തിൽ വരത്തില്ല. അപ്പോൾ ജില്ലാ ആസ്ഥാനവും ഇല്ല. എങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് റെയിൽവേ എടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുനലൂർ, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാധ്യമം, പുനലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 ട്രെയിനുകൾ പുതുതായി കൊല്ലം ചെങ്കോട്ട ബ്രോഡ് ഗേജ് ആക്കിയപ്പോൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഞാൻ. പുനലൂരിൽ നിന്ന് കൊല്ലം കോട്ടയം വഴി ഗുരുവായൂർ ആദ്യത്തെ ട്രെയിൻ, പുനലൂരിൽ നിന്ന് കൊല്ലം കോട്ടയം വഴി പാലക്കാട്ടേക്ക് പാലരുവി എക്സ്പ്രസ്, വളരെ പ്രോമിനന്റ് ആയ ട്രെയിനാണ്. പുനലൂരിൽ നിന്ന് കൊല്ലം തിരുവനന്തപുരം വഴി കന്യാകുമാരിക്ക് പാസഞ്ചർ ട്രെയിൻ. ആലോചിച്ച് നോക്കണം. വേളാങ്കണ്ണി, എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴി
അതുപോലെ കൊല്ലത്തുനിന്ന് തിരുപ്പതി, ശബരിമലയെയും തിരുപ്പതിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി തിരുപ്പതി ട്രെയിൻ. വേറെ ഏതെങ്കിലും ഒരു എംപിക്കും അവകാശപ്പെടാൻ കഴിയാത്ത ട്രെയിൻ സർവീസുകൾ. ഒരു ബസ് സർവീസ് ആരംഭിക്കും കുഴപ്പമില്ല, പക്ഷെ ട്രെയിൻ ആരംഭിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമാണ്. പുല്ലൂർ പോലെയുള്ള അവിടെ പിറ്റ് ലൈൻ ഇല്ല, ഒരു വണ്ടി വന്ന് ഹോൾട്ട് ചെയ്യാൻ സൗകര്യമില്ല, ക്രൂവിന് താമസിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെയുള്ള ഒരു ചെറിയ സ്റ്റേഷനിൽ നിന്ന് ഇത്രയും ട്രെയിനുകൾ പുറപ്പെടാനും വന്നു ചേരാനും ഒക്കെ ഉണ്ടായത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ MP എന്ന നിലയിൽ ഞാൻ എടുത്ത ഇനിഷ്യേറ്റീവാണ്. റെയിൽവേ മന്ത്രാലയത്തിൽ നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജ് ആയപ്പോൾ ഇത്രയും ട്രെയിനുകൾ ആരംഭിച്ചതും മെമു സർവീസ് ഉൾപ്പെടെ ആരംഭിച്ചത് എൻ്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ്. പക്ഷെ അതൊന്നും മാധ്യമപ്രവർത്തകർ അതൊന്നും എന്ത് ചെയ്തില്ല, വേണ്ട രീതിയിൽ അതിനൊന്നും ഒരു പരിഗണന തന്നില്ല എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരത്തിലൂടെ വീണ്ടും ജയിക്കാൻ കഴിയും. അതിന് ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും ജനങ്ങൾക്ക് യാതൊരു മടുപ്പും ഉണ്ടായിരുന്നില്ല, വോട്ടർമാർക്ക് യാതൊരു താല്പര്യക്കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന പ്രീ പോൾ സർവേയിൽ മാവേലിക്കരയിൽ ഈ ഒരു മാധ്യമം പറഞ്ഞു, ഒരു ചാനൽ, ഒരു പ്രധാനപ്പെട്ട ചാനല്, കേരളത്തിൽ 19 സീറ്റിലും UDF ജയിക്കും, എന്നാൽ മാവേലിക്കര ഇത്തവണ ഇടത്തോട്ടായിരിക്കും എന്നാണ് അവരുടെ പ്രീ പോൾ സർവേ ഫലം പ്രഖ്യാപിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് നോമിനേഷൻ കൊടുക്കുന്നത് തോൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. അങ്ങനെയാണ് പ്രീ പോൾ സർവേകളിൽ മിക്കവാറും എല്ലാ ചാനലുകളും ഞാൻ തോൽക്കുന്ന സ്ഥാനാർത്ഥിയായി മുൻവിധിയോട് പ്രഖ്യാപിച്ചു. ഇനി മറ്റൊന്ന്, മാവേലിക്കര ലോക്സഭയുടെ 7 അസംബ്ലി മണ്ഡലവും LDFന്റെ MLAമാരാണ്. ആ 7-ൽ 4 പേരും മന്ത്രിമാരാണ്, അല്ല 3 പേർ മന്ത്രിമാർ. പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കരുത്തനായ LDFന്റെ മന്ത്രിസഭയിലെ മന്ത്രി. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ, ധനകാര്യമന്ത്രി. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, ഫിഷറീസ് മന്ത്രി. ഇനി മന്ത്രി പ്രസാദ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട അസംബ്ലി സെഗ്മെന്റിലല്ല MLA എങ്കിൽ അദ്ദേഹം ചേർത്തല അസംബ്ലി മണ്ഡലത്തിലെ MLA ആണെങ്കിലും അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹം ജന്മസ്ഥലവും അദ്ദേഹത്തിന്റെ വീടും എല്ലാം മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിലെ നൂർനാടാണ്, പാലമേൽ പഞ്ചായത്ത്. ഫലത്തിൽ 4 മന്ത്രിമാരും 3 MLAമാർ. അങ്ങനെ എത്ര, പിന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ റാന്നി MLAയും നൂർനാട്ടുകാരാണ്, പാലമേലാണ്. അപ്പോൾ ഇത്രയും പേരാണ് എൻ്റെ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് എന്നെ പരാജയപ്പെടുത്താനും മാവേലിക്കര ലോക്സഭ പിടിച്ചെടുക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഭൂരിപക്ഷം, എനിക്ക് 10,000-നകത്ത് ഭൂരിപക്ഷം ഉള്ളെങ്കിലും എനിക്ക് ലഭിച്ച 10,000-ന്റെ ഭൂരിപക്ഷം 1,00,000-ന് മേൽ തിളക്കമുള്ള ഒരു ഭൂരിപക്ഷമായിട്ട് അതിനെ ഞാൻ കാണുകയാണ്. ഇത്രയും മന്ത്രിമാർ, ഇത്രയും LDF MLAമാർ, ഇത്രയും LDFന്റെ സംവിധാനങ്ങൾ, ഇതെല്ലാം എനിക്കെതിരായി അവർ കേന്ദ്രീകരിക്കുകയും മാവേലിക്കര ലോക്സഭാ മണ്ഡലം അവരെ പിടിച്ചെടുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് LDF അവരുടെ വിജയത്തിന്റെ പട്ടികയിൽ ഒന്നാമത് എഴുതിയ മണ്ഡലം മാവേലിക്കര ലോക്സഭാ മണ്ഡലമാണ്. പക്ഷേ ജനങ്ങൾ, അല്ലെങ്കിൽ മാവേലിക്കരയിലെ വോട്ടർമാർ എന്നെ കൈവിട്ടില്ല. കാരണം അവർക്കറിയാം, പലതരത്തിലുള്ള ഈ പ്രചരണങ്ങളിലൂടെ എനിക്ക് ലഭിക്കേണ്ട ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും എൻ്റെ പ്രവർത്തനങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്തിയിട്ടുള്ള മാവേലിക്കരയിലെ വോട്ടർമാർ ഇത്തവണയും എന്നെ വിജയിപ്പിച്ചു എന്നതിൽ ഞാൻ ഒരിക്കൽ കൂടി ആ വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തവണ പാർലമെന്റ് 18ാം ലോക്സഭ വന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, ലോക്സഭയിലെ സീനിയർ അംഗം എന്ന നിലയിൽ ഞാനായിരിക്കും പ്രോട്ടൈം സ്പീക്കർ ആകുന്നത് എന്നുള്ളത്. അത് ദേശീയ മാധ്യമങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളും എല്ലാവരും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. കാരണം ലോക്സഭയുടെ കീഴ്വഴക്കം അനുസരിച്ച് ഏറ്റവും സീനിയറായ MP, കൂടുതൽ ടേം ജയിച്ചു വരുന്ന MPമാരാണ് പ്രോട്ടൈം സ്പീക്കർമാരായിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ 8 പ്രാവശ്യം ജയിച്ച 2 പേരേ ഉള്ളൂ. ഒന്ന് ഞാനും, മറ്റൊന്ന് BJPയിലെ വീരേന്ദ്രകുമാർ, മധ്യപ്രദേശിലുള്ള MP ആണ്. അദ്ദേഹം കേന്ദ്ര
സോഷ്യൽ ജസ്റ്റിസ് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആയതോടുകൂടി പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. മന്ത്രിക്ക് പ്രോട്ടേം സ്പീക്കറായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തന്നെ പ്രോട്ടേം സ്പീക്കർ ആകണം. അത് ആ കീഴ്വഴക്കം അനുസരിച്ചാണ് മാധ്യമങ്ങൾ മറിച്ചൊരു തീരുമാനം വരില്ല എന്ന് കരുതിയാണ് മാധ്യമങ്ങളെല്ലാം പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് ഞാൻ വരും എന്ന് ഞാനായിരിക്കും എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തത്. എല്ലാ മാധ്യമങ്ങളും. നിർഭാഗ്യം എന്ന് പറയട്ടെ, കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ്, NDA ഗവൺമെന്റ്, പ്രത്യേകിച്ചും BJP കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് സീനിയർ MP എന്ന നിലയിൽ എന്നെ മാറ്റി നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തിന് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു മാസം മുമ്പ് ബിജു ജനതാദളിൽ നിന്ന് കാലുമാറി BJPയിൽ ചേർന്ന് കട്ടക് ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ച ഫത്രികരി മെഹ്താബിനെയാണ് അവർ പ്രോട്ടേം സ്പീക്കറാക്കിയത്. വാസ്തവത്തിൽ ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയിൽ നിന്ന് കാലുമാറി 3 മാസത്തിന് മുമ്പ് വേറൊരു പാർട്ടിയിൽ ചേർന്ന് ജയിച്ചു വന്ന ഒരാളിനെ അങ്ങനെ പ്രോട്ടേം സ്പീക്കറാക്കി സഭയിൽ അതൊരു കളങ്കമായി എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. 7ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ജയിച്ചത്. 6 പ്രാവശ്യം ബിജു ജനതാദൾ പാർട്ടിയിൽ നിന്നാണ് ജയിച്ചത്. ഇപ്പോഴ് BJP ജയിച്ചു, അദ്ദേഹത്തിനാക്കി. എന്തായാലും ലോക്സഭയിലെ കീഴ്വഴക്കം അവര് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ലംഘിച്ചു. അതുകൊണ്ട് പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് വരേണ്ട എനിക്ക് അവസരം നഷ്ടപ്പെട്ടു. അത് ബോധപൂർവമായി BJP ചെയ്തതാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തി അതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഇന്ത്യ സഖ്യം NDA സഖ്യത്തോടും BJPയോടും പറഞ്ഞു, സ്പീക്കർ സ്ഥാനത്തേക്ക് നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ്, അത് ഞങ്ങൾക്ക് തരണം എന്ന് പറയുകയുണ്ടായി. എന്നാൽ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് തരാൻ BJP നേതൃത്വം തയ്യാറാകാതെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മത്സരിക്കേണ്ടി വന്നത്. 16ഉം 17ഉം ലോക്സഭയിൽ കോൺഗ്രസിന് മുഖ്യ പ്രതിപക്ഷമാകാനുള്ള, അംഗീകൃത പ്രതിപക്ഷമാകാനുള്ള അംഗസംഖ്യ ഇല്ലാത്തത് കൊണ്ടാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും തരാത്തതെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ലോക്സഭയിലെ അംഗങ്ങളുടെ അംഗബലം അനുസരിച്ച് 56 ലോക്സഭാ അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അംഗീകൃത പ്രതിപക്ഷമാവുകയുള്ളൂ. 16ാം ലോക്സഭയിൽ കോൺഗ്രസിന് 52 അംഗങ്ങളും 17ാം ലോക്സഭയിൽ കോൺഗ്രസിന് 54 അംഗങ്ങളുമാണ് ഉണ്ടായത്. ഒരു സാങ്കേതികത്വത്തിന്റെ പേരിലാണ്. വേണമെങ്കിൽ തരാമായിരുന്നു. ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ 2 അംഗങ്ങളുടെ അല്ലെങ്കിൽ 4 അംഗങ്ങളുടെ കുറവെന്ന സാങ്കേതികത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് 16ാം ലോക്സഭയിലും 17ാം ലോക്സഭയിലും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും നിഷേധിക്കപ്പെട്ടത്. എന്നാൽ ഇത്തവണ കോൺഗ്രസിന് 99 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. വയനാട് രാജിവെച്ചപ്പോൾ 98. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ സാംഗ്ലിയിൽ നിന്നുള്ള MP സ്വതന്ത്രനായി ജയിച്ച കോൺഗ്രസ് ചേർന്നുവെങ്കിലും അത് കണക്കാക്കപ്പെടുന്നില്ല. അപ്പോൾ 98. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം നിയമപരമായി തരാതിരിക്കാൻ പറ്റാത്ത പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം തന്നു. പക്ഷെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മുൻകാലങ്ങളിലെ കീഴ്വഴക്കം ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവും. ആ ധാരണ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനായിരിക്കും എന്നൊരു ഉറപ്പ് BJP നേതൃത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആരാണോ ഭരിക്കുന്ന ഭരണകക്ഷി, മുഖ്യ ഭരണകക്ഷി, അവിടെ നിന്ന് തരും. അത് UPA ഭരിച്ചപ്പോഴും നമ്മൾ സ്പീക്കർ സ്ഥാനത്ത് മത്സരം ഒഴിവാക്കാൻ വേണ്ടി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കീഴ്വഴക്കം പാലിച്ച് BJPക്ക് കൊടുത്തു. അതൊരു ധാരണയാണ്. അത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷെ സഭ എല്ലാവരുടെയും കൂടെയാണ്. ഭരണകക്ഷിക്കും പ്രതിപക്ഷവും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് സഭയാവുന്നത്. അതുകൊണ്ട് സഭാനാഥനായി സ്പീക്കർ ഇരിക്കുമ്പോൾ സഭയുടെ ഉപനാഥനായി ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായിരിക്കുക എന്നുള്ള കാലാകാലങ്ങളിലുള്ള കീഴ്വഴക്കം അനുസരിച്ചാണ് ലോക്സഭ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ BJP നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 16ാം ലോക്സഭയിലും 17ാം ലോക്സഭയിലും സാങ്കേതികത്വത്തിന് പേരിൽ ആ കീഴ്വഴക്കം ലംഘിച്ചുവെങ്കിൽ ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷം പ്രതിപക്ഷ നേതൃത്വത്തെ പ്രതിപക്ഷത്തെ അംഗീകരിക്കാനുള്ള വ്യക്തമായ അംഗസംഖ്യ ഉണ്ടായിട്ടും
ഒരു അഷ്വറൻസ് തരാൻ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനായിരിക്കുമെന്ന ഒരു അഷ്വറൻസ് തരാൻ BJP നേതൃത്വമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ തയ്യാറാകാതെ വന്നപ്പോഴാണ് മത്സരിക്കേണ്ടി വന്നത്. മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുമ്പോഴെങ്കിലും ഇവർ മത്സരം ഒഴിവാക്കാൻ വേണ്ടി BJP നേതൃത്വം ഒരു ധാരണയ്ക്ക് വരും, അല്ലെങ്കിൽ ഒരു അഷ്വറൻസിന് തരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ മത്സരിച്ചാലും വേണ്ടില്ല. ലോക്സഭയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായ സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ, അപൂർവമായിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ 8 ലോക്സഭാ അംഗമായിരുന്ന ആളാണ്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 9ാം ലോക്സഭ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു മത്സരം ഉണ്ടായിട്ടില്ല, എല്ലാം ധാരണയുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ മത്സരമായിരുന്നാലും ഞങ്ങൾ ഉറപ്പ് തരില്ല. അവർ പറഞ്ഞത്, നിങ്ങൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഞങ്ങളെ പിന്തുണയ്ക്കുക, പ്രതിപക്ഷം പിന്തുണയ്ക്കുക, ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം പിന്നീട് ആലോചിക്കാം, പിന്നെ ചർച്ച ചെയ്യാം. അതിലെന്തോ ഒരു കരട്, അങ്ങനെ പിന്നെ ആലോചിക്കാം, പിന്നെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞതിൽ ഒരു വിശ്വാസ്യത പ്രതിപക്ഷത്തിനുണ്ടായില്ല. അപ്പോൾ സ്പീക്കർ കഴിഞ്ഞാൽ പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇവർ തരുമോ എന്നതിനെ സംബന്ധിച്ച് ഒരു സംശയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കേണ്ടി വന്നത്. അത് ഞങ്ങൾ പരമാവധി BJP നേതൃത്വത്തോടും കേന്ദ്ര ഗവൺമെന്റിനോടും സ്പീക്കർ സ്ഥാനം നിങ്ങൾ എടുക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടാണ്. കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആവശ്യപ്പെട്ടു, റിട്ടേൺ ആയിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രി കോൺഗ്രസ് അധ്യക്ഷനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ഇക്കാര്യം ശ്രദ്ധപ്പെടുത്തി. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് ഒരു അഷ്വറൻസ് തരാൻ കഴിഞ്ഞിട്ടില്ല, അവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം വന്നത്. മത്സരം വന്നതിന് ശേഷം ഞങ്ങൾ ഡിവിഷൻ ചോദിച്ചില്ല. ഞങ്ങൾ നോമിനേഷൻ കൊടുത്തെങ്കിലും മോഷനാണല്ലോ, മോഷന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഒരു മോഷനാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ഞാൻ പ്രതിപക്ഷത്തിൽ ഞാനാണ് സ്ഥാനാർത്ഥിയായെങ്കിലും ഞങ്ങൾ ഡിവിഷൻ ചോദിച്ചില്ല, അല്ലെങ്കിൽ വോട്ടെടുപ്പ് ചോദിച്ചില്ല. വോയിസ് വോട്ടിൽ തന്നെ സ്പീക്കറായി ഓം ബിർളയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം ഈ മാസം 22-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. ഈ സമ്മേളനത്തിലെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. പാർലമെന്റ് ചരിത്രത്തിൽ കഴിഞ്ഞ 5 വർഷം ഡെപ്യൂട്ടി സ്പീക്കറില്ല, ഭരണഘടനാ പദവിയായ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെയാണ് പാനൽ അംഗങ്ങളെ വെച്ചാണ്, സ്പീക്കർ ഇല്ലാത്ത സമയത്ത് പാനൽ അംഗങ്ങൾ, സ്പീക്കറിന്റെ പാനൽ അംഗങ്ങളെ വെച്ചാണ് സഭ നടത്തിക്കൊണ്ടുപോയത്. അതിന് ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഭരണഘടനാ പദവിയായ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ആ സ്ഥാനം 5 വർഷം ഒഴിച്ചിട്ടത് ഭരണഘടനാ ലംഘനമാണ്, ഭരണഘടനയോടുള്ള അനാദരവാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടും അവർ തയ്യാറായില്ല. ഇത്തവണ അവർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് അവര് ഭരണകക്ഷി അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് അവർ തെരഞ്ഞെടുപ്പ് നടത്തുമോ, അത് പ്രതിപക്ഷത്തിന് നൽകുമോ, അതല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷിയിൽ നിന്ന് ആണോ ഡെപ്യൂട്ടി സ്പീക്കറിലേക്ക് ആലോചിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പാർലമെന്റ് 1 മാസക്കാലം, അതായത് ഈ മാസം 22-ാം തീയതി, ജൂലൈ 22-ാം തീയതി മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് ലോക്സഭയിലെ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനവും നടക്കാൻ പോകുന്നത്. ബഡ്ജറ്റും ധനാഭ്യർത്ഥനകളും അവതരിപ്പിച്ച് പാസ്സാക്കുന്നത്. ഈ കാലയളവിൽ അവർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടത്തുമെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അറിയിപ്പും പ്രതിപക്ഷത്തിനില്ല, അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി ഇന്ത്യ സഖ്യം ലോക്സഭയിലും രാജ്യസഭയിലും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം BJPക്ക് ഉണ്ടായിരുന്ന മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെയും അവസരങ്ങളെയും ഇല്ലാതാക്കുകയും പ്രതിപക്ഷ MPമാരെ സഭയ്ക്കകത്ത് പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ MPമാരെ പുറത്താക്കിക്കൊണ്ടാണ് ന്യായസംഹിത പോലെയുള്ള ഒരുപാട് സുപ്രധാനമായ നിയമങ്ങൾ ചർച്ചകൾ കൂടാതെ പാസ്സാക്കിയത്. എന്നാൽ ഈ പാർലമെന്റ് പ്രതിപക്ഷം വളരെ ശക്തമാണ്, കരുത്തുറ്റ പ്രതിപക്ഷമാണ്. അത് നിങ്ങൾക്ക് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ തന്നെ
ജനങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള പാർലമെന്റ് സമ്മേളനം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ രാജ്യത്തിന് ഹിതകരമല്ലാത്ത നിയമങ്ങൾ പാസാക്കുവാൻ വേണ്ടി ഈ സർക്കാർ മുന്നോട്ട് വന്നാൽ തീർച്ചയായും അതിനെ പരാജയപ്പെടുത്തുവാനുള്ള സർവശക്തിയും ഇന്ന് പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോ BJP നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരു ഭൂരിപക്ഷമുള്ള സർക്കാരല്ല, രണ്ട് കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ്, പിന്നെ ചില കൊച്ചു കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് അവർ ഇന്ന് രാജ്യം ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന മൃഗീയമായ ഭൂരിപക്ഷം അവർക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നിഷേധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷം ഒരു തരത്തിലും അതിന് വഴങ്ങിക്കൊടുക്കുകയില്ല എന്ന് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പറയുന്ന അവസരത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കരുത്തുറ്റ പ്രതിപക്ഷം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നീറ്റിന്റെ കാര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വന്നതിന് ശേഷം പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഒരു പുതിയ ഊർജവും ലഭിച്ചിരിക്കുകയാണ്. അത് കോൺഗ്രസ് അംഗങ്ങൾക്ക് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിന്ന് അതിശക്തമായ പോരാട്ടത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വരും നാളുകളിൽ ഇപ്പോൾ ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ്, ആ ബജറ്റ് ജനദ്രോഹ ബജറ്റ് ആണെങ്കിൽ ആ ബജറ്റിൽ ജനങ്ങൾക്ക് പ്രയോജനകരമല്ലാത്ത അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ ബഡ്ജറ്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെല്ലാം അത്തരം ജനദ്രോഹ നടപടികളെല്ലാം ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് തീരുമാനം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ സഖ്യം ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വളരെ ശക്തമാണ്. പാർലമെന്റ് തുടക്കത്തിൽ തന്നെ നീറ്റ് വിഷയം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടും അതിനവർ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയത്തിൽ എടുത്ത നിലപാട്, ലോക്സഭയിൽ മണിപ്പൂരിൽ 2 ലോക്സഭാ അംഗങ്ങൾ ഉണ്ട്. മണിപ്പൂരിൽ നിന്ന് ലോക്സഭയിൽ അതിൽ ഒരു അംഗത്തിന് മാത്രമേ പ്രസംഗിക്കാൻ അവസരം കൊടുത്തുള്ളൂ. മറ്റൊരു അംഗത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിക്കപ്പെട്ടു. 1 മണിക്കൂർ 20 മിനിറ്റ് പ്രസംഗിച്ച പ്രധാനമന്ത്രി 2 മണിക്കൂർ 20 മിനിറ്റ് പ്രസംഗിച്ച പ്രധാനമന്ത്രി ഒരിക്കൽ പോലും മണിപ്പൂരിനെ കുറിച്ച് കാര്യമായ ഒരു പ്രസംഗവും നടത്തിയില്ല, അല്ലെങ്കിൽ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് കാര്യമായി പരാമർശം. എന്നാൽ രാജ്യസഭയിൽ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ മണിപ്പൂർ, അതുപോലെ അഗ്നിവീർ പദ്ധതി, അത് അശാസ്ത്രീയമാണ്. നമ്മുടെ സൈന്യത്തിന്റെ ദുർബലപ്പെടുത്തുന്ന ഒരു നിയമമാണ് അഗ്നിവീർ എന്ന്. ഈ നിയമം ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രതിപക്ഷം ശക്തമായി പറഞ്ഞതാണ്. ഒരുപാട് ഭേദഗതികൾ ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. പക്ഷേ അന്ന് ലോക്സഭയിൽ അവർക്കുള്ള മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് അഗ്നിവീർ പദ്ധതി എന്ന മാറ്റം നമ്മുടെ സേനയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ പാസാക്കി. പക്ഷെ ഇന്ന് അഗ്നിവീർ ഒരു തുക്ലക് പരിഷ്കാരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് വലിയ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതുപോലെ കാർഷിക പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ കഴിഞ്ഞു. ഭരണകക്ഷി എന്ന് പ്രസംഗിച്ച BJP എംപിമാരാകട്ടെ, സഖ്യകക്ഷി എംപിമാരാകട്ടെ, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ജനകീയ വിഷയങ്ങളെ മറികടക്കാനുള്ള ഒരു ചർച്ചയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ വിഷയങ്ങളെ മറികടക്കാനുള്ള ഒരു ന്യായവാദങ്ങൾ ഉന്നയിക്കാൻ അവർ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും അദ്ദേഹം കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. ജനകീയ വിഷയങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ്. അപ്പോൾ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയ മുന്നേറ്റമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുന്ന പ്രസംഗം ഇന്ത്യയിലെ വലിയ ചലനമുണ്ടാക്കി. ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആവേശം പകർന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം വഹിക്കാൻ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് യോഗ്യനാണ് എന്ന് അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
ഇനി ബഡ്ജറ്റ് സമ്മേളനം വരാൻ പോവുകയാണ്. ആ ബഡ്ജറ്റ് സമ്മേളനത്തിലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ നിലപാടുകൾ സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. MP ദീർഘമായ വിഷയങ്ങൾ പറഞ്ഞു. എല്ലാ വിഷയങ്ങളും അദ്ദേഹം കൂടുതലും ദേശീയ വിഷയങ്ങളിലാണ് ശ്രദ്ധയൂന്നിയത്. എന്തായാലും നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം. അല്ല, കേരളം കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ലോക്സഭയിലായിരുന്നാലും രാജ്യസഭയിലായിരുന്നാലും വിവിധ മന്ത്രാലയങ്ങളുടെ ചർച്ചകളിൽ ഇതുമായി റിലേറ്റഡ് മന്ത്രാലയം കേരളം കൊടുക്കുന്ന പ്രൊപ്പോസൽസ്, അതായത് കേന്ദ്രത്തെ സമർപ്പിച്ച ആ റിലേറ്റഡ് മന്ത്രാലയങ്ങളുടെ ചർച്ചകൾ, ധനാഭ്യർത്ഥന ചർച്ചകളിലും ബഡ്ജറ്റിലും ഒക്കെ തന്നെ ഞങ്ങൾ ശക്തമായി കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേരളം കൊടുത്തിട്ടുള്ള എല്ലാ അംഗീകരിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്കും കൂട്ടായി ഞങ്ങൾ പോയി നിവേദനങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പ്രതിപക്ഷത്തോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കേന്ദ്ര നയമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ UPA ഗവൺമെന്റ് അധികാരത്തിരുന്നപ്പോൾ പ്രതിപക്ഷ ഗവൺമെന്റുകളാണ് സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ പോലും അവരോട് ആ പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ വിവേചനമോ കാണിക്കാതെയാണ് കോൺഗ്രസ് ഗവൺമെന്റുകളും പ്രത്യേകിച്ചും UPA ഗവൺമെന്റും ഒക്കെ മുന്നോട്ട് പോയത്. എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുക, പ്രതിപക്ഷത്തെ ഞെരുക്കുക, പ്രതിപക്ഷത്തെ ഗവൺമെന്റുകളെ പരമാവധി ദുർബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവർ സ്വീകരിച്ച നിലപാട്. അതുകൊണ്ട് ലോക്സഭ രാജ്യസഭയിലെ പ്രതിപക്ഷത്തെ തന്നെ അവസരങ്ങൾ നിഷേധിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവര് അക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന